ഹായ്, എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിന്ന് ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു പരിപ്പ് ദോശയാണ്. പരിപ്പ് ദോശ ഞങ്ങളുടെ തൃശ്ശൂർ സൈഡിലേക്കൊക്കെ വളരെ കോമൺ ആയിട്ട് ഉണ്ടാക്കുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റിന് ഉണ്ടാക്കുന്ന ഒരു ഡിഷാണ്. പക്ഷെ ഞാനിവിടെ ഇപ്പോൾ താമസിക്കുന്നത് UP-യിലാണല്ലോ. അപ്പോൾ ഇവിടെ എനിക്ക് കുറേ ഫ്രണ്ട്സ് ഉണ്ട്, കേരളത്തിൻ്റെ പല സ്ഥലത്തു നിന്നുള്ള ഫ്രണ്ട്സ് ഉണ്ട്. അപ്പോൾ അവർക്കൊക്കെ പരിപ്പ് ദോശ ഞങ്ങൾ ഡിസ്കസ് ചെയ്യുമ്പോൾ പരിപ്പ് ദോശ ഒരു പുതിയ ഐറ്റമാണ്, അവർക്ക് അറിയാത്തൊരു ഐറ്റമാണ്. അവരധികം അങ്ങനെ ഇതിനെപ്പറ്റി കേട്ടിട്ടില്ല, പരിപ്പ് ദോശയോ എന്ന് ചോദിക്കാറുണ്ട്. അപ്പോൾ ഞാൻ ചില ആൾക്കാർക്ക് എനിക്കും അറിയാവുന്ന നമ്മളിപ്പോൾ എല്ലാ സ്ഥലത്തും ഒരേപോലെ ഡിഷ് അല്ലല്ലോ, പല പല വ്യത്യാസങ്ങളായിട്ട് ഉണ്ടാക്കുമല്ലോ. അപ്പോൾ ഞങ്ങളുടെ വീട്ടിൽ സാധാരണ ഉണ്ടാക്കുന്ന ഒരു തരത്തിലുള്ള ഒരു ദോശയാണ് ഞാൻ ഇവിടെ പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ ഞങ്ങളുടെ കുട്ടിക്കാലത്ത് അമ്മ ഉണ്ടാക്കി തന്നിരുന്ന, അമ്മ ഇപ്പോഴും ഉണ്ടാക്കുന്ന വളരെ സ്വാദുള്ള ഒരു ഐറ്റമാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക, കുട്ടികൾക്കും മുതിർന്നവർക്കൊക്കെ ഒരുപാട് ഇഷ്ടമാവും. പിന്നെ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ കൂടുതൽ ഇതിന് ചമ്മന്തി അങ്ങനെ വേറെ സൈഡ് ഡിഷ് ഇതിൻ്റെ ആവശ്യമില്ല. എന്തെങ്കിലും സൈഡായിട്ട് നമ്മൾ ചമ്മന്തിയോ അല്ലെങ്കിൽ ഉണ്ടാക്കാം, കഴിക്കാം, അത് ടേസ്റ്റാണ്. പക്ഷെ ഇല്ലെങ്കിലും നമുക്ക് കഴിക്കാൻ പറ്റുന്ന ഒരു ഇതാണ്. ശരിക്കും പരിപ്പ് വടയുടെ ഐറ്റംസ് ആണ് ഇതിൻ്റെ ഉള്ളിലുള്ളത്. നമ്മൾ പരിപ്പ് വടയ്ക്ക് എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ചേർക്കുന്നു ആ ഇൻഗ്രീഡിയൻസ് ഒക്കെ നമ്മൾ ഇതിൽ ചേർക്കുന്നുണ്ട്. അപ്പോൾ അതിൽ ഉദാഹരണം പറയുകയെന്നുണ്ടെങ്കിൽ അരി കുറച്ച് ആണെങ്കിൽ ഒരു ഗ്ലാസ് അരിക്ക് ഒരു പകുതി നമ്മൾ കടലപ്പരിപ്പ് എടുക്കുന്നുണ്ട്. കടലപ്പരിപ്പ് ഉഴുന്ന് നമ്മൾ ചേർക്കില്ല, പക്ഷെ ഉഴുന്ന് നമുക്ക് വേണമെങ്കിൽ ചേർക്കാം ദോശയ്ക്ക്. അപ്പോൾ ഉഴുന്ന്, അതുമാതിരി പിന്നെ ഉള്ളി, ഇഞ്ചി, പച്ചമുളക് അങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്കൊരു പരിപ്പ് വടയുടെ ഐറ്റംസ് ഇൻഗ്രീഡിയൻസ് ആയി. അപ്പം അത് കാരണം ഒരു മസാല ആ ദോശയ്ക്ക് ഒരു പ്രത്യേക ടേസ്റ്റാണ്. വേറെ അതുകൊണ്ടാണ് വേറെ ഒരു ചമ്മന്തിയുടെയും ഒന്നിൻ്റെയും നമുക്ക് ആവശ്യമില്ല ശരിക്കും പറയുക. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കാൻ നോക്കാം, പോയിട്ട് തയ്യാറാക്കണത് എങ്ങനെ നോക്കാം. അപ്പോൾ നമുക്ക് അതിന് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണ് നോക്കാം. ആദ്യം വേണ്ടത് പച്ചരിയാണ്. ഞാൻ ഇവിടെ ഒരു ഗ്ലാസ് പച്ചരിയാണ് എടുത്തിരിക്കുന്നത്. അതിൻ്റെ ഒപ്പം നമുക്ക് കടലപ്പരിപ്പ് ചേർക്കാം. കുറച്ച് കടലപ്പരിപ്പ്, ഒരു അര ഗ്ലാസ് കടലപ്പരിപ്പ് ചേർക്കാം. ഒരു 1/4 ഗ്ലാസ് ഉഴുന്ന്. അതുമാതിരി നമുക്ക് 2-3 വറ്റൽമുളക് ചേർക്കാം. അതുമാതിരി കുറച്ച് കുരുമുളക്. പിന്നെ ദോശയ്ക്ക് വേണ്ടത് മെയിനായിട്ടുള്ള ഇൻഗ്രീഡിയൻ്റ് ആണ് ഉലുവ. ഉലുവ വളരെ ശരീരത്തിന് നല്ലതാണ്, ദോശയ്ക്ക് നല്ല മണം കിട്ടാനും നല്ലതാണ്, സോഫ്റ്റ് ആവാനും നല്ലതാണ്. പിന്നെ നമുക്ക് സ്വല്പം ജീരകം ആഡ് ചെയ്യണം അതിൽ. പിന്നെ വേണ്ടത് കുറച്ച് ഇഞ്ചി, ചെറിയ കഷ്ണം ഇഞ്ചി, ഒരു 2 പച്ചമുളക്, ഒരു ചെറിയ ഉള്ളി ഉണ്ടെങ്കിൽ അതാണ് ടേസ്റ്റ്. ഇപ്പം നമുക്ക് ചെറിയ ഉള്ളി കിട്ടാനില്ലെങ്കിൽ നമുക്ക് സവാളയിലും അഡ്ജസ്റ്റ് ചെയ്യാം. സവാള, കുറച്ച് കരിവേപ്പിൻ്റെ ഇല. ഇതെല്ലാം അരയ്ക്കുമ്പോൾ മിക്സ് ചെയ്ത് അരയ്ക്കണം. നമ്മൾ എല്ലാ പരിപ്പും എല്ലാം ഇതിലിട്ട് ഒന്നിച്ച് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ ഇട്ട സാധനങ്ങൾ നമുക്ക് ഒരു 4 മണിക്കൂറെങ്കിലും കുതിർത്തി വെക്കണം. അപ്പോൾ രാത്രി നമുക്ക് കുതിർത്തി കഴിഞ്ഞാൽ രാവിലെ അരച്ച് ഉണ്ടാക്കാൻ എളുപ്പമാണ്. അപ്പോൾ അത് 2-3 പ്രാവശ്യം കഴുകി നല്ല വെള്ളം ഒഴിച്ച് വെക്കണം. ഇതിൻ്റെ വെള്ളമൊന്നും കളയാൻ പാടില്ല. ഉലുവ, ഉഴുന്നതെല്ലാം കഴുകി നമ്മൾ വെള്ളത്തിലിട്ട് ആ വെള്ളത്തിൽ വേണം അരയ്ക്കാൻ, അത് ശ്രദ്ധിക്കണം. നമുക്കിനി വെള്ളത്തിലിട്ട് കുതിർത്തി അരയ്ക്കുന്നത് ഇങ്ങനെ നോക്കാം. അപ്പോൾ അത് 4-5 മണിക്കൂർ നമുക്ക് കുതിർന്ന് കിട്ടിയിട്ടുണ്ട്. ഇത് നമുക്ക് അരച്ചെടുക്കാം. നമുക്കത് അരച്ച് ബാക്കി ഇൻഗ്രീഡിയൻസ് എല്ലാം അതിൽ ചേർത്ത് മാവാക്കി എടുക്കാം. നമുക്ക് എല്ലാം കൂടി ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഈ വെള്ളത്തിൽ തന്നെ അരയ്ക്കണം. നമ്മൾ വെള്ളം കളയാൻ പാടില്ല. കുരുമുളക്, ഉലുവ അതിൻ്റെയൊക്കെ വെള്ളം നല്ലതാണ്, നമ്മൾ കളയാൻ പാടില്ല. അപ്പോൾ ആ വെള്ളത്തിൽ തന്നെ നമുക്ക് അരച്ചെടുക്കാം. അപ്പോൾ നമ്മളിവിടെ മാവ് അരച്ച് വെച്ചിട്ടുണ്ട്. ഒന്ന് ചെറുതായിട്ട് അരച്ചിട്ടുള്ളൂ. ഇനി അതിലേക്ക് നമുക്ക് ബാക്കി ഇൻഗ്രീഡിയൻസും കൂടി ആഡ് ചെയ്യണം. ഉള്ളി, അല്ലെങ്കിൽ ചെറിയ ഉള്ളി, അല്ലെങ്കിൽ സവാള, പിന്നെ ചെറിയൊരു കഷ്ണം ഇഞ്ചി, 2 പച്ചമുളക്, കരിവേപ്പിൻ്റെ ഇല. നല്ല ടേസ്റ്റാണ്, നല്ല മണമായിരിക്കും. ഇതെല്ലാം കൂടി ഇതിലേക്ക് ആഡ് ചെയ്തിട്ട് അരച്ചെടുക്കണം. അരയ്ക്കുമ്പോൾ നമുക്ക് കുറച്ച് ഉപ്പും
കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി പിന്നെ കായം കുറച്ച് ഇട്ടിട്ട് നമുക്ക് ഫൈനായിട്ട് ഒന്ന് അരച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ മാവ് ഇവിടെ അരിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. നമുക്കൊരു ബൗളിലേക്ക് മാറ്റാം. ഇതാണ്. അങ്ങനെ അപ്പോൾ നമ്മുടെ കല്ല് ഇങ്ങനെ ഇവിടെ ചൂടായിട്ടുണ്ട്. അപ്പോൾ സവോള നമ്മളിപ്പോൾ ഉപയോഗിക്കുന്നത് ഇരുമ്പിൻ്റെ കല്ലാണ്. ഇരുമ്പിൻ്റെ കല്ല് ചൂടാകുമ്പോൾ നമ്മൾ ഒന്നുകിൽ വെള്ളം തളിക്കണം. വെള്ളം തളിക്കുമ്പോൾ ആ ചൂടൊന്ന് കുറയാനാണ്. അതിന് വേണ്ടിയിട്ട് നമ്മളിവിടെ സവോള ഉപയോഗിക്കുന്നത്. നമുക്ക് പരത്താം. നല്ല കനം കുറച്ച് പരത്തിയാൽ നമുക്ക് നല്ല ക്രിസ്പി ആയിട്ടുള്ള ദോശ കിട്ടും. പിന്നെ എണ്ണയ്ക്ക് പകരം ബട്ടറോ അല്ലെങ്കിൽ നെയ്യോ ആണ് ഇതിൻ്റെ കൂടുതൽ ടേസ്റ്റ് കൂടുന്നത് ഈ ദോശയ്ക്ക്. എന്നിട്ട് ചട്ടുകം കൊണ്ട് നല്ലോണം നമ്മളൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. പൊങ്ങി നിൽക്കണ മാവൊക്കെ ഒന്ന് ലെവലാവാൻ വേണ്ടിയിട്ടാണ്. അപ്പം എല്ലാവിടെയും ഒരുപോലെ വെന്ത് കിട്ടും. തന്നെയല്ല നല്ല ക്രിസ്പി ആയിട്ട് വരും ചെയ്യും ദോശ. ദോശ ഇങ്ങനെ മൊരിഞ്ഞ് വരുന്നുണ്ട്. നമുക്ക് ഈ ദോശ മറിച്ചിടണം. നമ്മുടെ നല്ല ക്രിസ്പി ദോശ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മുടെ ക്രിസ്പി ദോശ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആ ദോശ പുളിയില്ലാത്ത ദോശയാണ്. അതിന് വേണ്ടിയിട്ട് നമുക്കൊരു കുറച്ച് പുളിയുള്ള ഒരു ചമ്മന്തി നല്ല കോമ്പിനേഷൻ ആയിരിക്കും. അപ്പോൾ നമുക്ക് അതിന് വേണ്ടിയിട്ട് ചമ്മന്തിക്ക് ആവശ്യമുള്ള 2 സവാള, തക്കാളി, ഉപ്പ്, അതുമാതിരി കുറച്ച് വറ്റൽമുളക് ഇത് നമുക്ക് സ്ലൈസാക്കി അരിഞ്ഞ് കുറച്ച് എണ്ണയിലൊന്ന് വഴറ്റി നമുക്ക് അരച്ചെടുക്കണം. നമ്മുടെ തക്കാളിയും സവാളയും നമ്മളിവിടെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. നമുക്കൊന്ന് തീയിൽ ഒന്ന് ചൂടാക്കിയിട്ട് വരാം. അപ്പോൾ നമ്മൾ ചമ്മന്തിക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ചട്ടിയിൽ എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് സവാളയും തക്കാളിയും മുളകും കൂടി ഒന്ന് വഴറ്റി കൊടുക്കണം ചെറുതായിട്ട്. അതിലേക്ക് സ്വല്പം ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പെട്ടെന്ന് വാടി കിട്ടും. അപ്പം നമ്മുടെ ചമ്മന്തി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ കുറച്ച് എരിവ് കൂടുതലുള്ളവർക്ക് തോന്നുന്നുണ്ടെങ്കിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. പിന്നെ ഇവിടെ നല്ല ക്രിസ്പി ആയിട്ടുള്ള ദോശ നമുക്ക് ചമ്മന്തിയുടെ ഒപ്പം കൂട്ടി കഴിക്കാം. അപ്പം എല്ലാവരും ട്രൈ ചെയ്യുക. ഇനി പുതിയൊരു ഐറ്റമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം.